എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭക്ഷണത്തിൽ മുതൽ പൂജകളിൽ വരെ വളരെയധികം പ്രാധാന്യത്തോടെ ഉപയോഗിക്കുന്ന ഒന്നാണ് മഞ്ഞൾ. ആത്മീയപരമായും ആരാധനപരമായും ശുഭകരമായ മഞ്ഞൾ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് പ്രീതികരമാണ്. വ്യാഴത്തിന്റെ ഏതെങ്കിലും ദോഷഫലങ്ങൾ വരികയോ വ്യാഴം ദുർബലമായി നിൽക്കുകയോ ചെയ്യുന്ന ജാതകനോ ജാതകയ്ക്കോ വിധിപ്രകാരം മഞ്ഞൾ ഉപയോഗിച്ചാൽ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. വ്യാഴം പ്രീതികരമായാൽ ജീവിതത്തിൽ സന്തോഷവും ഭാഗ്യവും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. വാസ്തുദോഷം, നിഷേധാത്മക ഊർജ പ്രഭാവങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊക്കെ മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ പൂജയ്ക്കും ആരാധനയ്ക്കും മുതൽ ദോഷപരിഹാരത്തിന് വരെ ഉപയോഗപ്പെടുത്തുന്ന മഞ്ഞളിനെ ജ്യോതിഷപരമായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ജാതകത്തിൽ വ്യാഴത്തിനെ ബലവാനാക്കുവാൻ മഞ്ഞൾ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഉണങ്ങിയ മഞ്ഞളിൽ തീർത്ത ജപമാലയോ സംഖ്യ പിടിക്കാനായിട്ടുള്ള മുത്തുകളോ ഉപയോഗിച്ച് വ്യാഴപ്രീതികരമായ മന്ത്രങ്ങൾ ജപിച്ചാൽ ഇത് ഇരട്ടി ഗുണങ്ങൾ പ്രദാനം ചെയ്യും. അതുപോലെ തന്നെ വ്യാഴവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് മഞ്ഞൾ പതിവായി തിലകമായി ചാർത്താം. നെറ്റിയിലും കഴുത്തിലും കൈത്തണ്ടയിലും പുരട്ടുക. കഷ്ടതകൾ അകലുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് മംഗല്യയോഗത്തിന് ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദേവിക്ക് മഞ്ഞൾ സമർപ്പിക്കാം. സന്തോഷവും സമൃദ്ധിയും പ്രധാനമാക്കുവാനും തടസ്സങ്ങൾ അകലാനും മഹാഗണപതിക്ക് മഞ്ഞളാൽ അർച്ചന നടത്തുക. എല്ലാ വ്യാഴാഴ്ചയും ഗണപതിയെ ഇങ്ങനെ ആരാധിച്ചാൽ കുടുംബ പ്രശ്നങ്ങൾക്ക് വരെ പരിഹാരമുണ്ടാകും. പ്രഭാത സ്നാനജലത്തിൽ അല്പം മഞ്ഞളിടുന്നതും ഈ ജലത്താൽ കുളിക്കുന്നതും ഉത്തമമാണ്. ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നു. മഞ്ഞൾ ജലത്തിൽ സ്നാനം നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കുകയും പ്രതികൂല ശക്തികളെ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചെയ്താൽ ഭാഗ്യവും പോസിറ്റീവ് എനർജിയും ലഭിക്കും. അതുപോലെ തന്നെ കരിയറിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ദേവതകൾക്ക് മഞ്ഞൾ സമർപ്പിക്കുകയും മഞ്ഞപ്രസാദം തൊടുകയും ചെയ്യുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എപ്പോഴും കലഹമുണ്ടെങ്കിൽ വീടിൻ്റെ പൂജാമുറിയിലോ അല്ലെങ്കിൽ പ്രധാന മുറിയിലോ മഞ്ഞൾ കൊണ്ട് സ്വസ്തിക അല്ലെങ്കിൽ ഓം ചിഹ്നങ്ങൾ എന്നിവ വരച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ അകലുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് ദാമ്പത്യ ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നും പ്രണയബന്ധം ദൃഢമാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. വീടുകളിൽ ഗുണാത്മകമായ ഊർജങ്ങളുടെ പ്രഭാവം പ്രധാനമാക്കുവാൻ ഒരു നുള്ളു മഞ്ഞൾ ചേർത്ത തീർത്ഥജലത്താൽ വീടിൻ്റെ 4 കോണുകളിലും അകത്തും തളിക്കാവുന്നതാണ്. പൂജാമുറിയിലോ വിളക്ക് വയ്ക്കുന്നിടത്തോ മഞ്ഞൾ ചേർത്ത ഒരു കുടം വെള്ളം വയ്ക്കുക. പ്രാർത്ഥനകൾക്ക് ശേഷം ഇത് മുറികളിലും മറ്റും തളിക്കുന്നത് നിഷേധാത്മകതകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. ശാരീരികമായും മാനസികമായും ശാന്തിയും സമാധാനവും നേടാൻ മഞ്ഞൾ പ്രസാദം നെറ്റിയിൽ ധരിക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ശാന്തിയും ഏകാഗ്രതയും ഒക്കെ നേടാൻ സഹായിക്കും. ശുഭകാര്യങ്ങളിലെല്ലാം തന്നെ മഞ്ഞളിന് അർഹതപ്പെട്ട സ്ഥാനം നൽകിയാൽ കാര്യങ്ങളെല്ലാം ഉത്തമകരമായി ഭവിക്കും. അപ്പം മഞ്ഞളിൻ്റെ ഇതുപോലുള്ള ഗുണങ്ങളെക്കുറിച്ച് ജ്യോതിഷപരമായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.